ഓക്കെ, സോ ഒരുപാട് സ്മാർട്ട് വാച്ച് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഓഡിയൻസിൽ പല ആൾക്കാരും ഒന്നില്ലെങ്കിൽ സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് മേടിക്കാൻ പ്ലാൻ ഇടുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും സ്മാർട്ട് വാച്ച് ഗിഫ്റ്റ് ചെയ്യാനായിട്ടെങ്കിലും പ്ലാൻ ഇടുന്നവരായിരിക്കും. സോ ഓക്കെ, കൂട്ടർ ഏതും ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ പല വീഡിയോസിലും പറയാറുണ്ട് സ്മാർട്ട് വാച്ചിൽ ഈ ഫീച്ചർ ഉണ്ട്, ആ ഫീച്ചർ ഉണ്ട്, അങ്ങനത്തെ ഗുണമുണ്ട്, സ്റ്റെപ്പ് ട്രാക്കിംഗ്, സ്ലീപ്പ് ട്രാക്കിംഗ്, ആക്ടിവിറ്റി ട്രാക്കിംഗ് എന്നിങ്ങനെ കുറേ ഗുണങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ സത്യത്തിൽ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നത് സേഫ് ആണോ? സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? ഞാൻ പേഴ്സണലി സ്മാർട്ട് വാച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷത്തോളമായി. സ്മാർട്ട് വാച്ച് ഇറങ്ങിയ കാലം തൊട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി കുറേയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നും കൂടി ഞാൻ ഷെയർ ചെയ്യാം. പക്ഷെ അതിന് മുന്നേ ഒന്നാമത്തെ ഒരു ചോദ്യം എല്ലാവരും മനസ്സിൽ വരുന്നത്, സ്മാർട്ട് വാച്ച് എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ആണല്ലോ. ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ അത് റേഡിയേഷൻ വരില്ലേ? സോ സ്മാർട്ട് വാച്ച് കൈയുമായിട്ട് ചേർന്നിരിക്കുന്നതുകൊണ്ട് ഇതിൽ നിന്നും റേഡിയേഷൻ വന്ന് നമുക്ക് ഹാംഫുൾ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമെന്ന്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ശരിയാണ്, ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, റേഡിയേഷൻ ഉണ്ടാവാം. പക്ഷേ ബ്ലൂടൂത്ത് ഒരു നോൺ അയോണൈസിങ് വേവ് ആണ്. നോൺ അയോണൈസിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു പവർ ഉള്ളൊരു വേവ് അല്ല. അതുകൊണ്ട് തന്നെ വളരെ ലോ പവർ ആയിട്ടുള്ള ഈ ഒരു വേവ് നിങ്ങളുടെ ശരീരത്തിൽ അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റും എന്ന് യാതൊരു സയന്റിഫിക് എവിഡൻസും ഇല്ല. ഒരാൾ സ്മാർട്ട് വാച്ച് കെട്ടിയത് കൊണ്ടാണ് ഇന്നൊരു അസുഖം വന്നത് എന്ന് യാതൊരു പബ്ലിക്കേഷനും എവിടെയും പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തേക്ക് സേഫ് ആണ്. ഇനി സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസർ വരാമോ എന്ന് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചാൽ സ്കിൻ ക്യാൻസർ വരുമോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ സ്മാർട്ട് വാച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാര്യം നിർബന്ധമായി അറിഞ്ഞിരിക്കുക. നിങ്ങൾ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയുമായിട്ട് ഈ ഒരു വാച്ച് കോൺടാക്ട് ആയിരിക്കുന്ന സ്ഥലം അത് ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് നിങ്ങൾ കെട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴെല്ലാം സ്വെറ്റും അതേപോലെ ഈർപ്പവും ഇതിൻ്റെ ഇടയിൽ കുടുങ്ങി നിൽക്കും. കുറേ നേരത്തേക്ക് ഈർപ്പത്തിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് വാച്ച് കെട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള സ്കിന്നിന് ഇറിറ്റേഷൻ വരും. ആൻഡ് ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ, ആ ഒരു സ്ഥലം എപ്പോഴും വെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ അവിടെയുള്ള സ്കിൻ ഒന്ന് പീൽ ചെയ്ത് വരാനും അവിടെ റെഡ് കളറായിട്ട് മാറാനും, റെഡിഷ്നെസ്, ഒരു ചൊറിച്ചിലൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ സ്മാർട്ട് വാച്ച് കൈ കെട്ടുന്ന സമയത്ത് ഇതേപോലെ ഈർപ്പം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഊരി ഒന്ന് തുടച്ചിട്ട് വീണ്ടും കെട്ടുക. അതേപോലെ എയർ ടൈറ്റ് ആയിട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് നിങ്ങൾ കെട്ടരുത്, കുറച്ച് ലൂസ് ആയിട്ടെങ്കിലും കെട്ടുക എന്നുള്ളതാണ്. ഇനി അതേപോലെ വേറൊരു കാര്യം, നിങ്ങൾ ചീപ്പായിട്ടുള്ള സ്മാർട്ട് വാച്ച് മേടിക്കുകയാണെങ്കിൽ, ബ്രാൻഡഡ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബ്രോ ആപ്പിൾ വാച്ച് 20,000 രൂപ ഞാൻ എന്തിന് വാങ്ങണം, 800 രൂപയ്ക്ക് എനിക്ക് ആപ്പിൾ വാച്ചിന്റെ ക്ലോൺ കിട്ടുന്നുണ്ട്, കോപ്പി കിട്ടുന്നുണ്ടെന്ന് കുറേ ആൾക്കാർ മേടിക്കും, വലിയ ബ്രാൻഡൊന്നും അല്ലാത്ത. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട് വാച്ചിനകത്തുള്ള സ്പെസിഫിക്കേഷനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഈ ഒരു സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി. ഇത് നല്ല ഒരു സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിലിക്കോൺ സ്ട്രാപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ആ സ്ട്രാപ്പ് കാരണം നിങ്ങൾക്ക് അവിടെ കുറേയധികം അലർജികളും ഇച്ചിനെസ്സും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവാം. ഇത് ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, ഏതോ ഒരു പുത്തൻ കമ്പനി, എനിക്ക് ആ കമ്പനിയുടെ പേര് പോലും പറഞ്ഞിട്ടുണ്ട്, ചൈനയിൽ നിന്ന് വന്നതാണ്. ആ ഒരു ചൈന കമ്പനി എനിക്ക് സ്മാർട്ട് വാച്ചുകൾ അയച്ചു തന്നിട്ടുണ്ടായി. ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ കെട്ടി രാവിലെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നോക്കിയപ്പോഴേക്കും ചെറിയൊരു റെഡ് കളറിൽ എന്തോ ഒരു ഇതുപോലെ വന്നായിരുന്നു. എനിക്ക് ചൊറിയാനായിട്ട് തുടങ്ങി. എന്താണ് സംഭവം എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീട് ആ വാച്ച് തന്നെ ഞാൻ ഉപയോഗിച്ച് ഒരു ദിവസം രാത്രി മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നോക്കിയപ്പോഴാണ് ശരിയാണ് അവിടേക്ക് ഒരുമാതിരി ഉറുമ്പ് കടിച്ച മാതിരിയുണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതിനകത്ത് ഉപയോഗിച്ചിരുന്ന സിലിക്കോൺ എന്ന് പറയുന്നത് വലിയ സ്കിൻ ഫ്രണ്ട്ലി അല്ലായിരുന്നു, ഭയങ്കര വില കുറഞ്ഞ ബ്രാൻഡഡ് അല്ലാത്ത സ്മാർട്ട് വാച്ച് ആയിരുന്നു. സോ നിങ്ങൾ സ്മാർട്ട് വാച്ച് മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് വില കൊടുത്ത് അത്യാവശ്യം പേര് കേട്ട ബ്രാൻഡിൻ്റെ മാത്രം മേടിക്കാൻ ശ്രമിക്കുക. സ്ട്രാപ്പ് ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത്, സ്മാർട്ട് വാച്ച് ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആങ്സൈറ്റിയും ഫ്രസ്ട്രേഷനും വരാം. ഈ സ്മാർട്ട് വാച്ചുകളുടെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്താണ്? നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാച്ചിലും ലഭിക്കും. സോ നിങ്ങൾക്ക് മിസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. നിങ്ങൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണ്, പെട്ടെന്ന് ഒരാൾ വിളിക്കുകയാണെങ്കിൽ സ്മാർട്ട് വാച്ചിൽ ആരാ വിളിക്കുന്നതെന്ന് കാണും. ബൈക്ക് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരെങ്കിലും ഫോണിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് നിങ്ങൾക്ക് വാച്ചിൽ കാണാം, ഫോൺ എടുത്ത് നോക്കാതെ തന്നെ. സോ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കാം. പക്ഷേ നിങ്ങൾ പ്രധാനമായിട്ടൊരു പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ഫോൺ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വാച്ച് വൈബ്രേറ്റ് ചെയ്യും. വീണ്ടും നോട്ടിഫിക്കേഷൻ വരുന്നു, വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വരണ ഫീൽ എന്തായിരിക്കും ഞാൻ പറഞ്ഞുതരാം. ഈ സ്കൂളിലുള്ള ബോർഡില്ലേ, ആ ബോർഡ് മേലെ നമ്മളെ നഖം വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് വരില്ലേ, ഇതേപോലൊരു ഫ്രസ്ട്രേഷൻ, ഇറിറ്റേഷൻ നിങ്ങൾക്ക് വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ടാസ്കുകളൊക്കെ ചെയ്യുവാണെങ്കിൽ കഴിവതും വാച്ചൊക്കെ ഊരി വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിസ്ട്രാക്ഷൻസ് വരും. ഇനി അനാവശ്യമായിട്ടുള്ള ഏതൊരു സ്മാർട്ട് വാച്ചിൻ്റെ വെബ്സൈറ്റിലും പോയിക്കോ, ഏതൊരു സ്മാർട്ട് വാച്ച് എടുത്തു അതിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും, ദിസ് ഈസ് നോട്ട് എ മെഡിക്കൽ ഡിവൈസ്. സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഡിവൈസ് അല്ല. ഇതിൽ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ക്ലിനിക്കലി ആക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം അപ്രോക്സിമേറ്റ് ആയിട്ട് എററുകളോട് കൂടിയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും സ്മാർട്ട് വാച്ചിൽ വരുന്നത്. പ്രത്യേകിച്ച് വില കുറഞ്ഞുള്ള സ്മാർട്ട് വാച്ചിൽ തന്നെ അവർ തന്നെ ഓൾറെഡി ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ടാവും. ഈ വാച്ചുകളുടെ ഡേറ്റ
അത്യാവശ്യം ഒന്ന് ആക്യുറേറ്റ് ആവണമെങ്കിൽ കയ്യിൽ കൃത്യമായിട്ട് കെട്ടിയിരിക്കണം. എന്നാൽ ചില സമയത്ത് കയ്യിൽ കെട്ടുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുവാണ്, അല്ലെങ്കിൽ റൂം കുറച്ച് ബ്രൈറ്റ് ഒക്കെ ആണെങ്കിൽ ഈ വരുന്ന റീഡിങ്സിന്റെ വാല്യൂ മാറാം. അപ്പോൾ ചില ആൾക്കാർക്ക് റിയൽ ടൈം ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഒക്കെ ഓണാക്കി വെച്ചിട്ടുള്ളവർ അത് കണ്ടിന്യൂസ് ആയിട്ട് ഹാർട്ട് റേറ്റ് മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ റൂം മാറുന്ന സമയത്തോ ലൈറ്റ് മാറുന്ന സമയത്തൊക്കെ ഈ ഒരു സെൻസർ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടാണല്ലോ റീഡിംഗ് തരുന്നത്. പെട്ടെന്ന് 120, 150 ഒക്കെ ഹാർട്ട് റേറ്റ് കാണുമ്പോൾ ഇവർ വിചാരിക്കും എൻ്റെ ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് വല്ലാണ്ട് എൻ്റെ ഹാർട്ട് റേറ്റ് കൂടിയിരിക്കുകയാണ്. അത് കേട്ട് ആദ്യമാവാൻ തുടങ്ങും. പിന്നെ അത് ബേസ് ചെയ്ത് ഡോക്ടറെ കാണാനായിട്ട് പോവുകയൊക്കെ തുടങ്ങും. സോ വാച്ചിൽ കാണിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് അപ്രോക്സിമേറ്റ് വാല്യൂസ് ആയിരിക്കും. കൃത്യം എന്ന് പറയാൻ പറ്റില്ല. സോ നിങ്ങൾ റീഡിംഗ് എടുക്കുകയാണെങ്കിൽ 2, 3, 4 പ്രാവശ്യം റീഡിംഗ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് നോക്കിക്കഴിഞ്ഞാലാണ് ഏകദേശം കൃത്യമായിട്ടുള്ള ഡേറ്റ കിട്ടുള്ളൂ. അല്ലാണ്ട് ഒറ്റ പ്രാവശ്യം നോക്കി 120 ആണല്ലോ എൻ്റെ ഹാർട്ട് അടിച്ചു പോയി എന്ന് വിചാരിച്ച് ആദ്യം കൊള്ളുന്നവരുണ്ട്. അങ്ങനെ ആദ്യം കൊള്ളേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യരുത്. അടുത്തത് സോഷ്യൽ ഡിസ്ട്രാക്ഷൻ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു വീട്ടിൽ പോയിരിക്കുവാണ് ഗസ്റ്റായിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു കൂട്ടം ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് വാച്ച് ഉണ്ട്. നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ സ്മാർട്ട് വാച്ച് ആ ഒരു നോട്ടിഫിക്കേഷൻ വരും. സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കും. പക്ഷേ നിങ്ങൾ നോക്കുന്നത് എന്താണ്? ഒരു വാച്ചാണ്. പൊതുവേ നമ്മളൊരു കോൺവെർസേഷനിൽ ഇരിക്കുമ്പോൾ, ആൾക്കാരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ, ഗസ്റ്റിൻ്റെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വാച്ച് നോക്കുവാണെങ്കിൽ ആ കാണുന്നവരെന്ത് വിചാരിക്കും? ഇദ്ദേഹത്തിന് ഇവിടെ ഇരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, ഇദ്ദേഹത്തിന് വേറെ എവിടെയോ പോകാനുണ്ട്, അതുകൊണ്ട് ആൾ സമയം നോക്കുവാണ്, എപ്പോഴേ ഇറങ്ങാൻ പറ്റുന്നത് എന്നുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകും. കഴിവതും വാച്ചിലുള്ള നോട്ടിഫിക്കേഷൻസ് വേണ്ടാത്ത സമയത്തും സോഷ്യൽ ഗ്യാതറിങ്സിലും ഓഫ് ആക്കിയിടുക. 6ാമത്തേത് തെറ്റായ സ്ലീപ്പ് സൈക്കിൾ. നമ്മളെല്ലാവരും ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരു മനുഷ്യൻ 8 മണിക്കൂർ ഉറങ്ങണം, എന്നാൽ 8 മണിക്കൂറാണ് കൃത്യമായിട്ട് ഉറങ്ങിയിരിക്കേണ്ട സമയമെന്നൊക്കെ. അതുകൊണ്ട് തന്നെ പല വാച്ചുകളും എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഉറങ്ങി, നമുക്ക് 4 മണിക്കൂറേ ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഒരു വാച്ച് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവർ പറയും ഇന്നലെ രാത്രി നിങ്ങൾ 4 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ, സോ നിങ്ങൾക്ക് സ്ട്രെസ് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ടയേർഡായിരിക്കാം, സോ നാളെ നിങ്ങൾ 8 മണിക്കൂർ ഉറങ്ങാൻ നോക്കണം, ഓക്കെ നിങ്ങളുടെ സ്ലീപ്പിൻ്റെ സ്കോർ ഭയങ്കര കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ഇൻഫർമേഷൻസ് തരും. പക്ഷേ 4 മണിക്കൂർ ഉറങ്ങണോ, 6 മണിക്കൂർ ഉറങ്ങണോ, 8 മണിക്കൂർ ഉറങ്ങണോ എന്നുള്ളതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഒരു ഫിക്സഡ് ടൈം ഇത്ര മണിക്കൂർ ഉറങ്ങിയിരിക്കണം എന്നൊന്നും എവിടെയും എഴുതിയിട്ടില്ല. ഒരു അപ്രോക്സിമേറ്റ് 8 മണിക്കൂറൊക്കെ ഉറങ്ങുവാണെങ്കിൽ നല്ലതെന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചില ആൾക്കാർക്കെന്ന് വെച്ചാൽ അവർക്ക് 4 മണിക്കൂർ ഉറങ്ങിയാൽ മതിയാവും, അവർക്ക് അങ്ങനെ ടയേർഡൊന്നും ഫീൽ ആവില്ല. ചില ആൾക്കാർക്ക് 10 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാലേ ആ ഒരു പ്രോപ്പർ ഫീൽ കിട്ടുള്ളൂ. ചിലർ 6 മണിക്കൂർ ഉറങ്ങുന്നു, 4 മണിക്കൂർ ഉറങ്ങുന്നു. പക്ഷേ ഈ വാച്ചുകളിൽ ഇങ്ങനെ കാണിക്കുന്നത് അവർക്ക് കാണുമ്പോൾ ശരിയാണല്ലേ, ഞാൻ 4 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ. അന്നത്തെ ദിവസം പിന്നീട് ചെറിയൊരു ടയർഡ്നെസ് ഫീൽ ചെയ്താൽ അവർ അത് സ്ലീപ്പായിട്ട് റിലേറ്റ് ചെയ്യുമോ, ഞാൻ ഉറങ്ങാത്തതുകൊണ്ടാണ് ഇങ്ങനെ എനിക്കൊരു സംഭവം ഉണ്ടായത്, സോ നെക്സ്റ്റ് ഡേ തൊട്ട് ഒന്ന് ഉറങ്ങാൻ നോക്കണം, അങ്ങനെ ഒരു തെറ്റായ ചിന്ത ചിലപ്പോൾ പലപ്പോഴും വരാം. എന്നാൽ അതേ വ്യക്തി വാച്ചൊന്നും കെട്ടാതെയാണ് ഉറങ്ങിയിരുന്നത്. സോ നെക്സ്റ്റ് ഡേ ഇതേപോലെ ഇന്നലെ ഇത്ര മണിക്കൂർ ഉറങ്ങിയൊന്നും അറിയില്ല, നോർമലായിട്ട് ലൈഫ് പോകുമ്പോൾ ആൾക്ക് ആ ഒരു ചിന്ത വരില്ല ഞാൻ 4 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ എന്ന്. കാരണം അത് കണ്ടിട്ടില്ലല്ലോ ആൾ. സോ സ്ലീപ്പ് ട്രാക്ക് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. എത്ര നേരം ഉറങ്ങി, എത്ര നേരം REM സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പ്, ഇതൊക്കെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ ആണെങ്കിലും കൂടുതൽ നിങ്ങൾ ആ ഒരു ഡേറ്റയിൽ വെച്ചിട്ട് തല പുകയ്ക്കരുത്. അത് നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാക്കും. സോ ഫൈനലി എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ സ്മാർട്ട് വാച്ച് മേടിച്ചോളൂ, ഉപയോഗിച്ചോളൂ, അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഓവറായിട്ട് നിങ്ങൾ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കരുത്. 24 മണിക്കൂർ നിങ്ങളുടെ കൈ കെട്ടിക്കൊണ്ടിരിക്കരുത്. വല്ലപ്പോഴൊക്കെ സ്മാർട്ട് വാച്ച് ഒന്ന് എടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കുക. ഇപ്പോൾ എല്ലാ സ്മാർട്ട് വാച്ചുകളും IP68, 67 ഒക്കെ അല്ലേ, വെള്ളത്തിൽ മുക്കി വേണമെങ്കിൽ വെക്കാമെന്നല്ലേ പറയുന്നത്. സോ ഒന്ന് കഴുകുക, ആ സ്ട്രാപ്പൊക്കെ ഒന്ന് ഊരുക, ഇടയിലുള്ള അഴുക്കൊക്കെ മാറ്റുക, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. പിന്നെ നിങ്ങളിങ്ങനെ പുറത്തോട്ടൊക്കെ കുറേ നേരം കെട്ടിക്കൊണ്ട് പോകുമ്പോൾ, ഇപ്പോൾ എൻ്റെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാത്രം ഒരു വെള്ള വര കാണാൻ പറ്റും, കണ്ടില്ലേ? ആ ഒരു ഏരിയ മാത്രം ഈ വാച്ച് കെട്ടിയതിൻ്റെ. സോ നമ്മൾ ഈ വാച്ച് മാത്രം ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ ഒരു വെള്ള വരയൊക്കെ വരാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഒരു മോഡറേഷനിൽ അതിലുള്ള ഡേറ്റിനെ കുറിച്ചുള്ള ആക്യുറസിയൊക്കെ നോക്കിയിട്ട് തലയൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഇറ്റ്സ് ജസ്റ്റ് എ ഡേറ്റ. 5000 രൂപ താഴെ വാങ്ങുന്ന വാച്ചുകളൊക്കെ പൊതുവേ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വാച്ച് ഫേസ് മാറ്റാനായിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ഈ ഹാർട്ട് റേറ്റും അതും ഇതുമൊക്കെ നോക്കുന്നവരല്ലേ. അതുകൊണ്ട് ആ ഡേറ്റിനെ അങ്ങനെ എടുത്താൽ മതി. അല്ലാണ്ട് അയ്യോ എൻ്റെ ഹാർട്ടിന് പ്രശ്നമായോ എന്നൊരു തീരുമാനത്തിൽ വരുന്നതിന് മുന്നേ പ്രോപ്പറായിട്ട് ECG ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം വേവലാതിപ്പെടുക. പക്ഷെ ഒരു കാര്യമുണ്ട്, വില കൂടിയ വാച്ചുകളില്ല. ഇപ്പോൾ ആപ്പിൾ വാച്ചിലൊക്കെ ആണെങ്കിൽ ശരിയാണ്, ഈ ECG എടുക്കാൻ അതിന് സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വാച്ചുകളിൽ ഒരുവിധം ഡേറ്റയുടെ ആക്യുറസി ഉണ്ട്. ആ ഒരു വാച്ചിലുള്ള നോട്ടിഫിക്കേഷൻ വഴി പല ആൾക്കാരുടെ ഹാർട്ടിൻ്റെ പ്രശ്നം കണ്ടുപിടിച്ചിട്ട് സോൾവ് ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ECGക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള വാച്ചുകളാണ്, വില കൂടിയ വാച്ചുകളാണ്. സോ അതിന് നമുക്ക് റിലേ ചെയ്യാം. കാരണം കമ്പനി തന്നെ ECG എടുത്തോളൂ, ഇത് ക്ലിനിക്കൽ ഗ്രേഡ് അല്ലെങ്കിൽ ഡോക്ടറെ അടുത്തുകൊണ്ട് കാണിക്കാമെന്ന് പറയുന്നുണ്ടാണ്. എന്നും കരുതി നോർമലി ഉള്ള ബാക്കി എല്ലാ വാച്ചുകളിലും അതേ ലെവലാണെന്ന് പ്രതീക്ഷിച്ച് അത് കാണുമ്പോൾ നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, കുറേ സ്മാർട്ട് വാച്ചുകളുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ കണ്ട ആൾക്കാർ സ്മാർട്ട് വാച്ചുകളൊക്കെ മേടിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് റെസ്പോൺസിബിളായിട്ട് യൂസ് ചെയ്യണം എന്നറിയിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ. പല ആൾക്കാർക്കും അറിയില്ല, പല ആൾക്കാരും ഓവറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ടാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.